എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്, വെജിറ്റബിൾ റെസിപ്പിയാണ്, ബീൻസ് തോരൻ. റെസിപ്പീസ് ഒരുപാട് ചാനലിലുണ്ട്, സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതൊന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ കമൻസ് ബോക്സിലൊന്ന് പോസ്റ്റ് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. കാരണം എങ്കിലേ ചാനൽ റീച്ച് ആവുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബീൻസ് തോരൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം, ഈ ബീൻസ് തോരന് ഒരു കട്ട് ചൊവൻ നമ്മുടെ അവിടെ പറയും. നിങ്ങളെങ്ങനെയാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പ്രത്യേക ഒരു കവർപ്പോ ചവർപ്പോ അങ്ങനെ ഒരു ടേസ്റ്റും കൂടെ ഉള്ള ഒരു സാധനമാണ് ബീൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിന് അല്പം വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കും. അതുപോലെ തന്നെ വറ്റൽമുളകും ചുമന്നുള്ളി ഇതും കൂടെ ചേർത്താണ് ഇതിനുള്ള മസാല തയ്യാറാക്കുന്നത്. നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ ഇടാം. അതിലേക്ക് വെളുത്തുള്ളി ഒന്ന് മുറിച്ചിടണം. അപ്പോൾ വലുതായിട്ട് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് അരഞ്ഞ് കിട്ടത്തില്ല. ചുവന്നുള്ളി സ്പ്ലിറ്റ് ചെയ്തത്, മഞ്ഞൾ, ഉപ്പ്. അരപ്പിന് ഉപ്പ് മുൻപോട്ട് നിന്നാലേ തോരൻ വയ്ക്കുമ്പോൾ തോരൻ ഉപ്പുണ്ടാവത്തുള്ളൂ. ഒരുപാട് കൂടി പോകാനും പാടില്ല. പിന്നീട് വറ്റൽമുളക് അതുമൊന്ന് പൊട്ടിച്ചിടണം. അതിൻ്റെ അരി അങ്ങ് കളഞ്ഞാൽ എരി കുറഞ്ഞ് കിട്ടും. അതിഷ്ടം പോലെ നമ്മുടെ സ്പൈസ് എപ്പോഴും നമ്മുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നീട് നമുക്കിതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇടാം. വറ്റൽമുളകിൻ്റെയും അതുപോലെ തന്നെ കൊച്ചുള്ളിയുടെയും കൂടി ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത് പ്രത്യേകതയാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. വറ്റൽമുളക് കയ്യിലില്ല എങ്കിൽ കുഴപ്പമില്ല, പച്ചമുളക് ചേർക്കാം. ഇതൊന്ന് വെള്ളം ചേർക്കാതെ തരിതരപ്പായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അരയ്ക്കുന്നതിന് പകരം വിപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ അരപ്പിന് ഒരുവിധം ഉപ്പുണ്ടോയെന്നൂടെ നോക്കിയാൽ നല്ലത്, ഇല്ലെങ്കിൽ ഒടുവിലിട്ടാലും മതി. ഈ ബീൻസിനൊരു കട്ട് ചൊവ അല്ലെങ്കിൽ ഒരു മക്ക് ചൊവ എന്നൊക്കെ പറയും നമ്മുടെ അവിടെ. ഈ അരപ്പ് നമുക്ക് ഈ ബീൻസിനകത്തോട്ട് ഇപ്പം തന്നെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ബീൻസിൻ്റെ ആ ഒരു എക്സ്ട്രാ ചൊവയൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് തിരുമ്മി അങ്ങ് പിടിപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി തോരൻ വയ്ക്കാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കണം. പാത്രം ചൂടാകുന്ന ഉടനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യമേ നമുക്ക് കടുക് വറുത്തിട്ട് വയ്ക്കാം, അപ്പോൾ എളുപ്പമുണ്ടല്ലോ. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കടുകിടാം. അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളിയുടെ ആ മണം വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചുള്ളി ഇടാം. വെളുത്തുള്ളി നന്നായിട്ട് മൂക്കുന്നുടനെ ആ ഒരു ബേൺഡ് ഗാർലിക് എന്ന് പറഞ്ഞൊരു സ്മെല്ലുണ്ടല്ലോ, അത് നല്ലതാണ് ആ തോരന്. ഉള്ളി ഒരുവിധം റോസ്റ്റ് ആകുന്ന ഉടനെ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് അതിനകത്തേക്ക് ഇടാം. ഇനി നമ്മൾ ആ ഗ്രൈൻഡറിൻ്റെ ജാറ് ഒന്ന് റിൻസ് ചെയ്തതും അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീൻസിന് ഒരല്പം വേവുണ്ട്, അതുകൊണ്ടാണ് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നാൽ ബീൻസിനകത്ത് വെള്ളം ഉണ്ട് താനും, അതുകൊണ്ട് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഞാനിപ്പം ഫ്ലെയിം ഏറ്റവും മിനിമം ഇതിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിന് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പുണ്ടെന്ന് തൊട്ട് നോക്കിയിട്ട് ഉപ്പില്ല എങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് അടച്ച് വയ്ക്കാം, നന്നായിട്ട് ആവി വരട്ടെ. മിനിമം തീ ഒരുപാട് കുറയ്ക്കാൻ പറ്റില്ലാത്ത സ്റ്റൗ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം. ഇല്ല എങ്കിൽ നന്നായിട്ട് ആവി വരുമ്പോൾ അത് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാനിതൊന്ന് അടപ്പ് മാറ്റി നോക്കാം. ഇതിപ്പോൾ വെള്ളം പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ അടച്ച് വെക്കരുത്, ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുമുണ്ട്. ഇനിയും ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചുകൊണ്ട് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം പരിപൂർണമായിട്ട് തോരും. നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ബീൻസ് തോരനും റെഡിയാകും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. പലതരത്തിലൊക്കെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം ബീൻസ് തോരൻ. എന്നിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻസിലിടണം. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് വെള്ളം പറ്റുന്ന ശബ്ദം കേൾക്കാം. ഈ വെള്ളവും നന്നായിട്ട് തോർന്നിട്ടുണ്ട്. സൂപ്പർ ബീൻസ് തോരൻ റെഡിയാണ്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. Till then, I am signing off and you stay safe.